സോളാർ കേസ് വിവാദം കേരളക്കര മറക്കാറില്ല. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഈ കേസിൽ കൊണ്ടുവന്ന് കുടുക്കിയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം ആരാണ് എന്നുള്ളത് പലവട്ടം ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചകളിലൊക്കെ ഉയർന്നു വരുമ്പോഴും ഇതെല്ലാം ചില താല്പര്യങ്ങളുടെ പുറത്ത് മാത്രമാണ് ഈ പേര് പുറത്തു കേട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഉയർന്നു കേട്ടിരുന്നത് KB ഗണേഷ് കുമാറിന്റെ പേരാണ്. അദ്ദേഹം LDF ഇതിലേക്ക് വരികയും പിന്നീട് പൊതുഗതാഗത മന്ത്രിയായിട്ട് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ആരോപണങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി നൽകിയിരിക്കുകയാണ്. ആരാണ്? KPCC അംഗമായിട്ടുള്ള CR നജീബ് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ER അർജുൻ രാജിന് മുൻപാകെയാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഗണേഷ് കുമാർ ആവശ്യപ്പെട്ട പ്രകാരം 2015 മെയ്യിൽ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള ES സഞ്ജയ് ഖാനുമായിട്ട് പത്തനാപുരത്തെ പാർട്ടി ഓഫീസിൽ എത്തിയിരുന്നതായിട്ടാണ് നജീബ് പറയുന്നത്. അപ്പോൾ മൊഴിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയുള്ള ഇദ്ദേഹത്തിന് നജീബിന് ഗണേഷ് കുമാറുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു സ്വാഭാവികമായും. അപ്പൊ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ ഗണേഷിനെ തിരികെ കൊണ്ടുവരാനും അദ്ദേഹത്തെ മന്ത്രിയാക്കാത്തതിലുമുള്ള ഒരു വിരോധം അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയോട് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. അപ്പോൾ മനഃപൂർവ്വം തന്നെ ഇത് വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട്, ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് ഈ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഗണേഷ് കുമാറിന്റെ മുറിയിൽ എത്തിയപ്പോൾ സോളാർ കേസിലെ അതിജീവിത അവിടെ ഉണ്ടായിരുന്നു. തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനായിട്ട് ഉമ്മൻചാണ്ടിയോട് സമ്മർദ്ദം ചെലുത്തണമെന്ന് ഗണേഷ് കുമാർ പറയുകയാണ് ചെയ്തത്. അതിജീവിതയോട് ഉമ്മൻചാണ്ടിയെ കൂടി സോളാർ പീഡന കേസിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി ഒന്നും ശരിയാകില്ല, ബാക്കിയെല്ലാം തന്റെ കയ്യിലാണ്, അതായത് തന്റെ എന്ന് പറയുന്നത് സോളാർ കേസ് അതിജീവിതയുടെ കയ്യിലാണ് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഈ അതിജീവിത തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ആ മുറി വിട്ട് അതിജീവിത ഇറങ്ങിപ്പോവുകയാണ്. ഭീഷണി സംബന്ധിച്ച വിഷയം പറയാൻ ഉമ്മൻചാണ്ടിയെ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്.